ഓക്കെ, നമുക്ക് എൻ ടി പി സി RRB എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇത് 21 ഒക്ടോബർ, അതായത് നാളെ മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20th നവംബറാണ്. അതായത് ഏകദേശം ഒരു മാസത്തോളം നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിരിക്കും. അതിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പോസ്റ്റ് വേക്കൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ 5810 വേക്കൻസി ഉണ്ട്. അതിൽ സ്റ്റേഷൻ മാസ്റ്ററിന് 615, ഗുഡ്സ് ട്രെയിൻ മാനേജറിന് 3416, സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റിന് 638. അങ്ങനെ ഓരോ പോസ്റ്റിന് ഇത്രയും വേക്കൻസിയാണ്. ഏറ്റവും കൂടുതൽ ഗുഡ്സ് ട്രെയിൻ മാനേജറിനാണ്. ഓക്കെ, സോ ഫീസ് വന്നിട്ട് നമുക്ക് SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ബാക്കി SC/ST ഇതല്ലാത്ത മെൻഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ്സിന് 500 ആണ് നമുക്ക് ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് CBT 1 നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് റീഫണ്ട് കിട്ടും. ഈ 500 അടച്ചതിന് ഈ 250 ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് റീഫണ്ട് വരും. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത മാർക്സ് ഇതിനു മുന്നേ ഇത് ഫസ്റ്റ് ടൈം എഴുതുന്നവർക്കാണ് പറയുന്നത്. ഫസ്റ്റ് ടൈം എഴുതുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ജനറൽ അവയർനെസ് 40, മുമ്പ് എഴുതിയവർക്ക് അറിയായിരിക്കും. മാത്തമാറ്റിക്സ് 30 മാർക്സ്, ജനറൽ ഇൻ്റലിജൻസ് 30 മാർക്ക്, ടോട്ടൽ 100 മാർക്കാണ്. 90 മിനിറ്റ്സ് ആണ്. ഈ ജനറൽ അവയർനെസ്സിൽ തന്നെ ഒരു 15 to 20 ക്വസ്റ്റ്യൻസോളം കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത്. അത് മുന്നേ എഴുതിയവർക്ക് അറിയായിരിക്കും, കാരണം കഴിഞ്ഞ വർഷമൊക്കെ കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത CBT 2 അതുപോലെ തന്നെ കുറച്ച് ചേഞ്ച് ഉണ്ട്. ജനറൽ അവയർനെസ് 50, മാത്തമാറ്റിക്സ് 35, ജനറൽ ഇൻ്റലിജൻസ് 35, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. 90 മിനിറ്റ്സ്, 120 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് രണ്ടിലും. പിന്നെ ചില പോസ്റ്റിന് CBT 1, 2 അല്ലാതെ ചില എക്സ്ട്രാ ടെസ്റ്റ് ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതുള്ളത് നമ്മുടെ സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ഉണ്ട്, പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റ് കം ടൈപ്പിസ്റ്റിൻ്റെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേഷൻ മാസ്റ്ററും ട്രാഫിക് അസിസ്റ്റൻറ്റിനും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറിനും കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസറിനും 2 സ്റ്റേജസ് മാത്രമേ ഉള്ളൂ. സോ അടുത്തത് ഓരോ RRB വൈസുള്ള വേക്കൻസിയാണ്. ഇത് RRB ബാംഗ്ലൂരിന് ടോട്ടൽ 241 വേക്കൻസിയാണ്. അതിൽ അൺറിസർവ്ഡ് 115, SCക്ക് 32, STക്ക് 117, OBC 47, അങ്ങനെയാണ് ഓരോന്ന് വരുന്നത്. RRB ചെന്നൈ വരുമ്പോൾ ടോട്ടൽ വേക്കൻസി 187 ആണ്. അടുത്ത കൊൽക്കത്ത, RRB കൊൽക്കത്തയിൽ വരുമ്പോൾ ടോട്ടൽ വേക്കൻസി വന്നിട്ട് 685 ആണ് ടോട്ടൽ വേക്കൻസി വരുന്നത്. മാൾഡയിൽ 522. ഇവിടെയൊക്കെ ഒരു വിധം വേക്കൻസി ഉള്ള സ്ഥലമാണ്. പിന്നെ മുംബൈയിലോട്ട് വരുമ്പോൾ 596 വേക്കൻസി ഉണ്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ 58 വേക്കൻസിയാണ്. വേക്കൻസി കുറവാണ് ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, വേക്കൻസിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള RRBയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 21 സ്റ്റാർട്ട് ചെയ്യും. നവംബർ 20 വരെ കാണും. സോ അതിനുള്ളിൽ എന്തായാലും അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.